ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിവ്യാമൃതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ ആൻഡ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്തെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒരു CD ക്രാഫ്റ്റിൻ്റെ ആയിരുന്നു. അത് കണ്ടിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, CD കട്ട് ചെയ്യുന്നതും പേപ്പർ റോൾ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമോ, ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടത് ശരിയാവുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ എൻ്റെ വർക്കിൽ ചെയ്യുന്ന ചില ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യം അതൊന്ന് പോയി കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഒരു പ്ലെയിൻ CD ആണ്. ആ CD ഞാൻ വെള്ളത്തിൽ ആദ്യം ഇട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഞാനത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഏത് ഷേപ്പാണോ നമുക്ക് കട്ട് ചെയ്യേണ്ട ഷേപ്പ് നമ്മളൊന്ന് സ്കെച്ച് പെന്നുകൊണ്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ CD ഒന്ന് പതുക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു അയവ് വരുന്നത് കാരണമേ നമുക്ക് CD നന്നായിട്ട് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്താൽ പൊട്ടിയൊന്നും പോകത്തില്ല. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്തേക്കുന്നുണ്ടോ. ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ആ റൗണ്ട് ഷേപ്പും കൂടെ കട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇതുപോലെ CD ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൽ ചെറിയ രീതിയിലുള്ള വട്ടം വരച്ചെടുക്കുകയും ഈസി ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വലിയ പാടൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ചെയ്താൽ മതിയാവും. നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇപ്പോൾ റൗണ്ടാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം നമ്മുടെ CD ഒന്ന് ഇട്ട് വെച്ചാൽ മതിയാവും. എന്നിട്ടെടുത്ത് തുടച്ചെടുത്താൽ മതിയാവും. നമുക്ക് ഏത് ഷേപ്പാണ്, ഞാൻ 2 ഷേപ്പാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് പേപ്പർ റോളിങ്ങിന് മുമ്പ് ഹോം മെയ്ഡ് ഫെവിക്കോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ. നമുക്ക് ആ ഫെവിക്കോളിൻ്റെ രൂപത്തിലുള്ള രീതിയിലെടുക്കാനാണെങ്കിൽ അതിനാവശ്യമുള്ള വെള്ളം നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു രീതി അനുസരിച്ചാണ്. ഇത്ര ഇതെന്നറിയില്ല, നമുക്കറിയാമല്ലോ ഏകദേശം എത്രയാണ് വെള്ളം വേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോകാതെ സൂക്ഷിച്ചാൽ മതിയാവും. അപ്പം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും. നമുക്ക് കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പേപ്പർ റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനൊരു ഈർക്കിലിയാണ് എടുത്തിട്ടുള്ളത് പേപ്പർ റോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് ടൈറ്റാക്കി നമ്മൾ ചെയ്യേണ്ട. ഇപ്പോൾ ഈർക്കിലി ഊരി വരാൻ രീതിയിൽ നമ്മൾ റോൾ ചെയ്താൽ മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ ഈർക്കിലി വലിച്ചെടുക്കുമ്പോഴത്തേക്ക് പേപ്പർ വല്ലാണ്ടങ്ങ് വലിഞ്ഞു പോകും, റോളായി ശരിക്ക് വരില്ല. എന്നിട്ട് റോൾ ചെയ്തെടുത്തിട്ട് ഞാൻ ഹോം മെയ്ഡായിട്ടുള്ള ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, വളരെ കുറച്ച് മതിയാവും. കണ്ടോ, നന്നായിട്ട് ഒട്ടണുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പർ റോളിങ് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹോം മെയ്ഡ് പെയിൻറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1 സ്പൂൺ ഫെവിക്കോളാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചിരട്ടയുടെ കരിയാണ്. ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ പെയിൻ്റ് ആണല്ലോ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. അപ്പോൾ അതാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. കരി നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തരിതരിപ്പില്ലാതാകത്തുള്ളൂ. ഞാൻ പൊടിച്ചത് അത്ര പോരാൻ തോന്നുന്നു. നന്നായിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല ഇതായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഒരു ശകലം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ശകലം മതിയാവേ. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതിയാവും. ഒരു 2 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി ആകുന്നത് നമുക്കറിയാമല്ലോ. ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നന്നായിട്ട് ഇളകുക. ദേ കണ്ടില്ലേ, ഇപ്പോൾ ആയിട്ടുണ്ട്.
നമുക്ക് റോൾ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പേപ്പറിൽ ഇതങ്ങോട്ട് അടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, എൻ്റെ കയ്യിലായിട്ടുണ്ട്. നമ്മൾ അടിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റൂല. ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ പൊക്കത്തോടെ ഒരു കോട്ട് ഫെവിക്കോളും കൂടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ് കിട്ടുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടും. നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്ലാക്ക് കളർ തന്നെ കിട്ടും. ഇത് നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം. ഇനി വേറെ ഏതൊക്കെ കളേഴ്സാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള മഞ്ഞപ്പൊടിയാണ് മഞ്ഞ കളർ. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ബ്രൗൺ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലൂ കളറിന് വേണ്ടിയിട്ട് ഉജാലയാണ്. പിന്നെ ഒരു വൈറ്റ് കളറും കൂടെ ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പൗഡറാണ്. നമുക്ക് ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം മഞ്ഞപ്പൊടിയിൽ നമ്മൾ ഒരു സ്പൂൺ ഫെവിക്കോൾ ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് ആ യെല്ലോ ഷെയ്ഡ് നമുക്ക് കിട്ടും. നമുക്കറിയാൻ പറ്റില്ല എത്രയാണ് വെള്ളം വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതേ ആയിട്ടുണ്ട് നമ്മുടെ യെല്ലോ ഷെയ്ഡ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കാപ്പിപ്പൊടിയിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും അതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ കളറ് ഉണ്ടാക്കുന്നതിലോട്ട് നമ്മൾ ഫെവിക്കോൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ വെള്ളം യൂസ് ആവശ്യമില്ല, കാരണം അതൊരു ലിക്വിഡ് ഫോമാണല്ലോ. അപ്പോൾ അതിൽ ആവശ്യത്തിന് ലിക്വിഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു സ്പൂണ് നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് വേണം ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അല്ലാതെ ഒത്തിരി എടുത്തിട്ട് ഒരു സ്പൂൺ ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. അക്രിലിക് പെയിൻ്റ് ഒക്കെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആകുന്നതിനനുസരിച്ച് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക, ഫെവിക്കോളും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റാണ്. അപ്പോൾ ആ വൈറ്റും അതുപോലെ ഫെവിക്കോളും വെള്ളവും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, പൊടിയായിട്ട് എടുക്കുന്നതിൽ നമ്മൾ വെള്ളവും ഫെവിക്കോളും ആഡ് ചെയ്യണം. ലിക്വിഡായിട്ടുള്ളതിൽ നമ്മൾ ഫെവിക്കോൾ മാത്രം ആഡ് ചെയ്താൽ മതിയാവും. നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വൈറ്റ് കളർ പെയിൻറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഓരോ കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. എൻ്റെ ഈ പെയിൻറ്റ് തീർന്നു പോകുന്ന സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ബ്ലാക്ക് പെയിൻ്റ് അടിച്ച പേപ്പർ റോള് നമുക്ക് നോക്കാം. ഇപ്പം നന്നായിട്ട് ഇതേ കണ്ടില്ലേ, ഉണങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊന്നും പറ്റിയിട്ടില്ല. ഇനി ഇതിൻ്റെ പൊക്കത്തോട് ഒരു കോട്ട് ഫെവിക്കോളും കൂടെ വാർണിഷിങ് പോലെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്രിലിക് പെയിൻ്റ് അടിച്ച ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അതേ കണ്ടില്ലേ, എൻ്റെ കയ്യിലൊന്നും ആയിട്ടില്ല. അപ്പം ബ്ലാക്ക് കളർ പെയിൻറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ബാക്കി കളേഴ്സ് ഉണ്ടാക്കിയതും കൂടെ ഞാൻ അടിച്ച് കാണിച്ചു തരാം. യെല്ലോ അടിച്ചു, എല്ലാ കളേഴ്സും ഇതുപോലെ അടിച്ച് കാണിച്ചു തരാം. അപ്പം നമുക്ക് എത്ര ഷെയ്ഡാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ. ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന പെയിൻറ്റ്സ് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൊക്കത്തോട് ഒരു കോട്ട് വാർണിഷോ അല്ലെങ്കിൽ ഫെവിക്കോൾ ഒരു കോട്ട് കൂടെ അടിക്കുവാണെങ്കിൽ ആ പെയിൻറ്റിൻ്റെ അതേ ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, നമ്മൾ എത്രയാണോ അളവെടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഫെവിക്കോളും വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് കൂടി പോകാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. എങ്ങനെയാണ് സീഡ് കട്ട് ചെയ്യുന്നതും പേപ്പർ റോൾ ചെയ്യുന്നതിൻ്റെയും ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ ക്യാച്ച് യു ഓൾ സൂൺ. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.